ആ ഓർമ്മകൾ അത്രയും ബാക്കിയാണ്. ഇന്ന് ഉണ്ണിമാഷും കുട്ടികളും വലിയൊരു നൊമ്പരമായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു. ഇവിടെ പൂർവ്വകാലത്തേക്ക് ഏത് കാലം തിരിച്ചു വരാൻ കഴിയും എന്നാർക്കും നിശ്ചയമില്ല. ഈ ഉരുളെടുത്ത ഒരുപാട് ജീവിതങ്ങൾ ഇന്നും പാതി വഴിയിലാണ്, അവർ പെരും വഴിയിലാണ്, വഴിയാധാരമായി കിടക്കുകയാണ്. ഒരു മണ്ണിൽ പെറ്റു വീണ മക്കൾ അവിടെ തന്നെ ആ ജീവിതം നയിച്ച് സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ആ നല്ല കാലങ്ങളെ മറന്ന് പല നാടുകളിൽ പല ഇടങ്ങളിൽ അവർ ചിതറിക്കിടക്കുമ്പോൾ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. ഈയൊരു ദൃശ്യം അത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ധീരമായ അവരുടെ സാഹസത്തിൻ്റെ, അവരുടെ സന്നദ്ധതയുടെ, അവരുടെ പ്രവർത്തനത്തിൻ്റെ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ച ഒരു പാലം തകർന്നു പോയപ്പോൾ മണിക്കൂറുകൾക്കകമാണ് അവർ ഈയൊരു ഇരുമ്പുകൾ കൊണ്ട് ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ബെയിലി പാലം അത് പണി കഴിച്ച് ഇവിടെ ഗതാഗത യോഗ്യമാക്കിയത്. എത്രയോ മുണ്ടക്കായിലും പുഞ്ചിരിമട്ടത്തും എത്രയോ ജീവനുകൾ അവർ ആ ജീവൻ പോയ മൃതദേഹങ്ങളെ കരക്കെത്തിക്കാൻ, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വഴിയെല്ലാം അടഞ്ഞ് ഒരു സമൂഹത്തിന് മുഴുവനും മുൾമുനയിൽ നിന്ന സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ട്. ജൂലൈ 30-ൻ്റെയും ഓഗസ്റ്റ് 1-ൻ്റെയും ആ കറുത്ത ദിനങ്ങളെ അവിടെ ഈ ബെയിലി പാലത്തിലൂടെ ചീറിപ്പാഞ്ഞ ആംബുലൻസുകൾ, എത്രയോ ജീവനും കൊണ്ട് ഓടിയ രക്ഷാപ്രവർത്തകർ, എത്രയോ ഈ പുന്നപ്പുഴ ഒഴുകി വന്ന ഇടങ്ങൾ മുഴുവനും അത് സങ്കടത്തിൻ്റെ കാഴ്ചകൾ മാത്രമാണ്. ഒഴുകി വന്ന ഒരുപാട് കല്ലുകൾ, ആ കല്ലുകളും പാറകളും അടിഞ്ഞുകൂടിയ മരങ്ങളും അവയ്ക്കിടയിലൂടെ ശാന്തമായി ഒഴുകുന്ന ആ പുന്നപ്പുഴയ്ക്ക് ഇന്ന് ഒരു തീവ്രതയുമില്ല. ഒരു സങ്കടത്തിൻ്റെ, ഒരു കഥനക്കഥയുടെ സാക്ഷിയായി, മൂകസാക്ഷിയായി ആ പുഴ ഇന്നും ശാന്തമായി ഒഴുകുന്നു. എത്രയെത്ര മൃതദേഹങ്ങളാണ്, എത്രയെത്ര ജീവനുകളാണ് ഒരു ജീവന് വേണ്ടി, ഒരു രക്ഷയുടെ കച്ചിത്തുരുമ്പിന് വേണ്ടി യാചിച്ച് നിലവിളിച്ച് ഈ പുഴയിലൂടെ ഒലിച്ചു പോയത്. ഒരു മനുഷ്യരുടെ പ്രതീക്ഷ മുഴുവനും അസ്തമിച്ച ആ രാത്രി എങ്ങനെയെന്ന് നിർവചിക്കാൻ ആർക്കും കഴിയാത്ത അത്രയും തീവ്രമായിരുന്നു ആ ഉരുളെടുത്ത കാഴ്ചകൾ. കൂറ്റൻ പാറകളാണ് ഇവിടെ വന്നടിഞ്ഞിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ പാറകൾ വന്നത്? എത്ര തീവ്രമായിരുന്നു ഈ ഉരുളിൻ്റെ ആ സംഹാര അനേകായിരങ്ങൾ. അവർക്കൊരു പച്ചപ്പിൻ്റെ ജീവിതം നൽകാൻ നമുക്ക് സാധിക്കണം. ഈ അങ്ങാടിക്ക് എത്രമാത്രം കഥകൾ പറയാനുണ്ട്. അട്ടമലയിൽ നിന്നും, മുണ്ടക്കയിൽ നിന്നും, പുഞ്ചിരിമട്ടത്തു നിന്നും, ചൂരൽമലയിൽ നിന്നും ഓരോ സായാഹ്നത്തിലും പണി കഴിഞ്ഞ്, ജോലി കഴിഞ്ഞ് ഇവിടെ ഒത്തുകൂടിയ മനുഷ്യർ, അവർ ഇന്ന് പലരും ഈ ഭൂമിയിലില്ല. അവർ എവിടെയെന്ന് പോലും അറിയില്ല. ഇവിടെ ഓരോ കടകളും, ഓരോ ചായക്കടകളിലും വർത്തമാനം പറഞ്ഞിരുന്നവർ, ഈ കടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവർ, ഇവിടെ നിന്ന് ജീവിതത്തിൻ്റെ ആ നെട്ടോട്ടത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ ഓരോ പരക്കം പാച്ചിലുകളിൽ ഇവിടെ ജീവിതത്തോട് സമരം ചെയ്ത് ജീവിച്ചവർ. മനോഹരമായി ഇന്നും ചൂരൽമലയിൽ നിന്നും അട്ടമലയിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റുന്നൊരു പള്ളിയാണ്, ഒരു മുസ്ലിം ദേവാലയം. അവിടെ ഒരുമിച്ച് നിസ്കരിച്ചവർ, പ്രാർത്ഥനയ്ക്ക്